തന്നെയാണ്. അത് കഥരൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അന്ന് എനിക്കൊരു 8 വയസ്സും ചേട്ടനൊരു 10 വയസ്സും. ആ രാത്രിയിൽ നടന്നത് ഇന്നും മായാത്ത ഓർമ്മയായി മനസ്സിലുണ്ട്. ഒരു പഴയ ഇരുനില ഓടിട്ട വീടാണ് ഞങ്ങളുടെ. പഴയതെന്ന് വെച്ചാൽ ഒത്തിരി കാലപ്പഴക്കമൊന്നുമില്ല. അച്ഛന് ജോലിയൊക്കെ കിട്ടി കല്യാണപ്രായമൊക്കെ ആയപ്പോൾ വെച്ച വീടാണ്. അന്നൊക്കെ വീട്ടിലൊരു ബാധയുണ്ട് എന്ന് പറയാറുള്ള പോലെ വീടിരിക്കുന്ന സ്ഥലത്തിനും കാണും ബാധയും ആത്മാക്കളുമൊക്കെ. അച്ഛൻ ആ സ്ഥലം വാങ്ങിയത് അന്നത്തെ പ്രമാണിയായിരുന്ന ഭൂവുടമയിൽ നിന്നാണ്. വലിയൊരു ഭാഗം സ്ഥലം അയാൾ പല ചെറുഭാഗങ്ങളാക്കി വിൽക്കുകയായിരുന്നു. അന്ന് അവിടെയുള്ള പലരും സ്ഥലം വാങ്ങിയ കൂട്ടത്തിൽ അച്ഛനും വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങി. എന്നാൽ സ്ഥലത്തോടൊപ്പം അച്ഛന് കിട്ടിയത് 3 ബാധകൾ കൂടിയായിരുന്നു. അതറിയാതെ തന്നെ വീടുപണിയെല്ലാം കഴിഞ്ഞു, വിവാഹവും കഴിഞ്ഞു. അച്ഛനും അമ്മയും അച്ഛമ്മയും പാർത്തുപോന്നു. അവിടെ വെച്ചാണ് എൻ്റെ ചേട്ടൻ ജനിച്ചത്. പണ്ടത്തെ വീടുകളിൽ കോണിപ്പടികൾ മരത്തിൽ പണിതതും ഉയരത്തോടെ കുത്തനെയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മയ്ക്കും വാവയ്ക്കും കിടക്കാനായി താഴെ ഹാളിനോട് ചേർന്നുള്ള മുറി ഒരുക്കി. മുറിയുടെ നടുവിലായി ഇറക്കിയൊരു തൊട്ടിൽ കെട്ടി. തൊട്ടിലിനോട് ചേർന്ന് അമ്മയ്ക്ക് കിടക്കാൻ ഒരു കട്ടിലും ഇട്ടു. ഒരു ദിവസം രാത്രി കുഞ്ഞു കരയുന്ന ഒച്ച കേട്ട് അച്ഛൻ ഞെട്ടി എണീറ്റു. ധൃതിയിൽ കോണി ഇറങ്ങി അമ്മയും കുഞ്ഞും കിടക്കുന്ന മുറിയിലേക്ക് വന്നു നോക്കി. അപ്പോൾ അവിടെ കണ്ടത് സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ അമ്മേനെയാണ്. അത് കണ്ടതും അച്ഛനാകെ ഞെട്ടിത്തരിച്ചുപോയി. കുഞ്ഞിൻ്റെ കരച്ചിൽ കോണി ഇറങ്ങും വരെ അച്ഛൻ കേട്ടതായിരുന്നു. സമയം പുലർച്ചെ 3 മണി. പിറ്റേന്ന് അമ്മയോട് പുലർച്ചെ നടന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ അച്ഛനെ കളിയാക്കി. എന്നാൽ ഇന്നും അതൊരു തോന്നലായിരുന്നു എന്ന് അച്ഛന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങൾക്കു ശേഷം ഒരു രാത്രി അമ്മ കുഞ്ഞിന് പാല് കൊടുത്തുറക്കി പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു നിഴൽ പോലെ ഒരു പുരുഷരൂപം കുഞ്ഞിൻ്റെ അടുത്ത് നോക്കി നിൽക്കുന്നു. അത് കണ്ടതും അമ്മയാകെ ഭയന്നു വിറച്ചുപോയി. കണ്ണു മിഴിച്ചു നോക്കി. കണ്ണിൽ നിന്നും കണ്ണീർ വീഴാൻ തുടങ്ങി. ശബ്ദം ഒട്ടും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത വിധം ആരോ കഴുത്തിന് വലിഞ്ഞു മുറുക്കും പോലെ തോന്നി. കണ്ണീർ തുടച്ചു നോക്കിയപ്പോഴേക്കും ആ രൂപം അവിടെയില്ല. പൂർവാധികം ശക്തിയോടെ അമ്മ ഒച്ചയെടുത്തു. അച്ഛനും അച്ഛമ്മയും ഓടി മുറിയിലെത്തി. നടന്നതൊക്കെ കേട്ട് അച്ഛമ്മ അച്ഛനോട് പറഞ്ഞു, നാളെ തന്നെ രാമകൃഷ്ണ പണിക്കരെ പോയെന്ന് കാണണം. രാമകൃഷ്ണ പണിക്കർ അന്ന് ആ പ്രദേശത്ത് വളരെ പേരുകേട്ട പണിക്കരായിരുന്നു. വീട്ടിലെയും അതുപോലെ തറവാട്ടമ്പലത്തിലെയും എല്ലാ ആവശ്യങ്ങൾക്കും പണിക്കരെയായിരുന്നു വിളിക്കാറ്. അച്ഛമ്മ പറഞ്ഞ പോലെ പിറ്റേന്ന് തന്നെ അച്ഛൻ പണിക്കരെ കാണാൻ പോയി. വീട്ടിലൊരു പോക്കുവരവുണ്ട്, ഒരു പുരുഷരൂപം. പക്ഷെ ദോഷോപദ്രവോ വീട്ടുകാർക്ക് വരില്ല എന്നായി പണിക്കർ. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പറമ്പിൽ മൊത്തം 3 പ്രേതങ്ങൾ അഥവാ ബാധകൾ കാണുന്നുണ്ട്. 2 പുരുഷനും ഒരു സ്ത്രീയും. അതിൽ സ്ത്രീയും പുരുഷനും വലിയ നീചാത്മാക്കളല്ല. അവർ വീട്ടുകാരുമായി ഒരു സമ്പർക്കത്തിനും തുനിയില്ല. പക്ഷെ ഈ സ്ഥലത്ത് ഒരു പുരുഷപ്രേതം, അതൊരു അപമൃത്യുവാണ്, ഒരു നീചാത്മാവ്. പ്രശ്നം വെച്ചപ്പോൾ ഇപ്പം അതിൻ്റെ സാന്നിധ്യം വീട്ടിലില്ല. ചിലപ്പോൾ മുടങ്ങാതെ തറവാട്ടമ്പലത്തിൽ ചെയ്തു പോരുന്ന പൂജകളും ദൈവാധീനം കൊണ്ടായിരിക്കും. എന്നാൽ വീട്ടിൽമേൽ അതിൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ ഇത്തരമായിരിക്കില്ല കാണിക്കുക. ഇത്രയും പറഞ്ഞ് അദ്ദേഹം കുടുംബക്ഷേത്രത്തിൽ ചെയ്യാനുള്ള പൂജാകർമ്മങ്ങളുടെ ചാർത്ത് അച്ഛനെ ഏൽപ്പിച്ചു പറഞ്ഞു. ചാർത്തിൽ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നോളൂ, ഞാനൊരു തകിട് പൂജിച്ച് തരാം. വൈകാതെ തന്നെ അച്ഛൻ ചാർത്തിൽ പറഞ്ഞ പോലെ എല്ലാ പൂജാകർമ്മങ്ങളും അമ്പലത്തിൽ പോയി ചെയ്തു. അവിടെ നിന്ന് പണിക്കരെയും കണ്ടു വീട്ടിലെത്തി. അച്ഛൻ്റെ കയ്യിൽ പണിക്കർ കൊടുത്തുവിട്ട തകിടുണ്ടായിരുന്നു. അതൊരു ചില്ലു കുപ്പിയിലിട്ട് അടച്ച് ഒരു തുണി കൊണ്ട് മുറുക്കി കെട്ടിവെച്ചിരുന്നു. ആ കുപ്പി വായും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ ഉയരത്തിൽ സൂക്ഷിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ. അച്ഛൻ ആ തകിടിട്ട കുപ്പി തട്ടുംപുറത്തെ ചെറിയ ജാലകത്തിന് മുന്നിൽ വീഴാത്ത രീതിയിൽ ഉറപ്പിച്ചു വെച്ചു. പിന്നെ അങ്ങോട്ടൊരു ശക്തിയായിരുന്നു എല്ലാവർക്കും. പതിയെ പതിയെ എല്ലാവരും നടന്നത് പാടെ മറക്കാനും തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞു. ഞാനും ആ കുടുംബത്തിലെത്തി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരു മേടമാസം. പൊള്ളുന്ന ചൂടിൽ ഒരു മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയം. അന്ന് സന്ധ്യ കഴിഞ്ഞ് കാറും കോളും വന്ന് ഇടിയോടുകൂടി മാനം കോരിച്ചൊരിഞ്ഞു. ഇടിയെന്ന് വെച്ചാൽ വീട്ടിനകത്ത് വെട്ടുന്ന പോലെ തോന്നും, അത്രയ്ക്ക് ഭീകരം. പതിവ് പോലെ മഴ തുടങ്ങിയതും കറണ്ട് പോയി. നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു. ഇങ്ങനെ ഇടിവെട്ടി മഴയുള്ളപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും എടുത്ത് അച്ഛനും അമ്മയും താഴെ ഹാളിൽ വിരിച്ച് കിടക്കാറാണ് പതിവ്. അപ്പോൾ ഹാളിലെ ചെറിയ മുറിയിൽ കിടക്കുന്ന അച്ഛമ്മയും വന്ന് ഞങ്ങളോടൊപ്പം കിടക്കും. അന്നും ഞങ്ങൾ അങ്ങനെ കിടന്നു. മിന്നലിൻ്റെ വെളിച്ചത്തിൽ പകൽ പോലെ എല്ലാം കാണാമായിരുന്നു. പെട്ടെന്ന് എന്തോ വീണിടയുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അത്രയും ശക്തമായ മഴയിലും ഇടിയിലും ആ ശബ്ദം എല്ലാവരും കേട്ട് നടുങ്ങിപ്പോയി. നോക്കാനായി അച്ഛൻ എണീക്കാൻ തുടങ്ങിയതും അച്ഛമ്മ പറഞ്ഞു, ഈ ഇരുട്ടത്ത് നോക്കണ്ട, നാളെ നേരം വെളുത്തിട്ട് നോക്കാം. കാത്തിരുന്ന് പെയ്ത മഴയായിരുന്നു അന്ന്. നേരം പുലരെ മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പും. എന്നിട്ടും എനിക്കും ചേട്ടനും ഉറക്കം വന്നില്ല. മനസ്സിൽ ഒന്ന് മാത്രം, എന്താകും ആ മേലെ വീണുടഞ്ഞ ശബ്ദം കേട്ടത്?
ഹലോ, ഞാൻ അശ്വതി. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ അനുഭവ കഥ കേട്ടല്ലോ. ഞാനിതൊരു ശ്രമം നടത്തിയതാണ് കേട്ടോ. ഒത്തിരി നല്ല റൈറ്ററോ എഴുത്തുകാരനോ കഥാകൃത്തോ ഒന്നുമല്ല ഞാൻ. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളെ മുന്നിൽ ആ അനുഭവം ഒരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡി ഫാമിലിയിൽ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാണാൻ മറക്കല്ലേ. എനിവേ, ബൈ.